ഗായ്സ് വെൽക്കം ഗായ്സ്. ഇന്ന് നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ലാവ ഫ്ലഡ് വന്നേക്കുവാണ് ഗൈസ്. ലാവ ഫ്ലഡ് എന്ന് വെച്ചാൽ ലാവ വന്ന് വെള്ളപ്പൊക്കം വന്നേക്കുവാണ് ഗൈസ്. അല്ല, വെള്ളപ്പൊക്കമല്ല, ലാവാപ്പൊക്കം വന്നേക്കുവാണ് ഗൈസ്. നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, പൊള്ളി കരിഞ്ഞു പോവും ഗായ്സ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ സിറ്റി സ്പെഷ്യൽ ഷൂവും സ്പെഷ്യൽ കാർ ടയറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ലാവ വന്നാൽ കത്താത്ത രീതിയിലുള്ള ടയർസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ ധരിച്ചേക്കുന്ന സാധാ ഷൂ ആണ് ഗൈസ്. പൊള്ളുന്നു ഗൈസ്, കാലൊക്കെ ആകെ ഗൈസ്. നമ്മുടെ വണ്ടി ഒന്ന് ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗരേജ് ഇന്നലെ രാത്രി വന്നതായിരുന്നു ഗായ്സ്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ലാവ ഫ്ലഡ് വന്ന് ഗായ്സ്. ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞ് ഞാൻ ലാവ ഫ്ലഡ് ഉണ്ടാക്കുമെന്ന്. അന്ന് കുറച്ച് പേരൊക്കെ വിശ്വസിച്ച് അവരൊക്കെ ടയറൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഗായ്സ്. അയ്യോ ഗായ്സ്, ഞാൻ ലാവയിലോട്ട് വീഴുന്നത് ഗായ്സ്. അയ്യോ ഗായ്സ്, ദേഹമെല്ലാം പൊള്ളിയിട്ട് വയ്യ ഗായ്സ്. എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് അടിക്കണം കേട്ടോ ഗായ്സ്. നമ്മുടെ വണ്ടി ഇതായി പിച്ചിൽ നമ്മൾ ഇട്ടേക്കുവാണ് ഗൈസ്. അവിടെ ഗ്രീൻ പിച്ചിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുവാണ് ഗായ്സ്. നമ്മൾ ഈ ലാവ ഫ്ലഡ് വന്നെന്ന് പറഞ്ഞ് ജോലി ചെയ്യാതൊന്നും ഇരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ ജോബായിട്ടുള്ള ഡെലിവറി ജോലിക്ക് നമ്മൾ എത്തിയേക്കുവാണ് ഗൈസ്. നമുക്ക് ഡെലിവറി ചെയ്യണം പ്രോഡക്റ്റൊക്കെ ഗായ്സ്. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഹബ്ബാണ് ഗായ്സ്. എന്തായാലും നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഹബ്ബാണ് ഗൈസ് ഇത് ഗൈസ്. നമ്മൾ ഇവിടെ യുവ കണ്ടാ പാർക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഡോറൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെയാണ് വന്നത് ഗൈസ്. നമുക്ക് ജോബ് ഒന്ന് അസസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ നേരെ കയറണം ഗൈസ്. അന്നേരം ജോബ് എസ് കൊടുക്കുക ഗൈസ്. ദാണ്ടേ നമ്മുടെ വാൻ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഒമിനിയുടെ വാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൽ പോയി നമ്മൾ ഡെലിവറി ചെയ്യണം നമ്മുടെ സാധനങ്ങളൊക്കെ ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട് ഗൈസ്. കുറച്ച് ഡെലിവറി ഐറ്റംസൊക്കെയാണ് ഗൈസ്. കുറച്ച് ഫോണുണ്ട്, പിന്നെ കുറച്ച് ടാബുണ്ട്. അതൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യണം ഗൈസ്. പിന്നെ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കതെല്ലാം കൊണ്ട് ഡെലിവറി ചെയ്യണം ഗൈസ്. പയ്യെ പോകണം ഗൈസ്. എന്തായാലും ഗൈസ്, നമ്മുടെ ഡെലിവറി സ്പോട്ട് ഇവിടെ അടുത്തെങ്ങാണ്ട് ഒരു ഡെലിവറി സ്പോട്ട് ഉണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി നേരെ അങ്ങോട്ട് വിടാട്ട. ഈ കുറേ ഡോട്ട് കാണുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ഡെലിവറി പോയിൻറ്റുകളാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡെലിവറി പോയിൻറ്റിലോട്ട് പോവാട്ട. നമ്മളിപ്പം 37-40 അത്ര സ്പീഡിലാണ് വിടുന്നത് ഗൈസ്. ഇടയ്ക്കൊക്കെ 50 ആവുന്നുണ്ട് ഗൈസ്. കുറഞ്ഞ സ്പീഡിലാണ് നമ്മൾ വിടുന്നത് ഗൈസ്. കൂടുതൽ സ്പീഡൊന്നും നമ്മൾ എടുക്കുന്നില്ല ഗൈസ്. എന്തായാലും നമ്മൾ കുറഞ്ഞ സ്പീഡിൽ തന്നെയാണ് പോകണത് ഗൈസ്. ദാണ്ടേ നമ്മുടെ ഈ ചേച്ചിക്കാണ് ഗൈസ്. ഈ ചേച്ചിയല്ല ഗൈസ്, ഇതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട്, ആക്കാണ് ഡെലിവറി ചെയ്യേണ്ടത് ഗൈസ്. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടോ, ആ ചേട്ടനാണ് ആദ്യത്തെ ഡെലിവറി കൊടുക്കേണ്ടത് ഗൈസ്. നമുക്ക് എന്തായാലും കൊടുക്കാട്ട ഗൈസ്. നമുക്ക് ഇച്ചുകൂടെ ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോവാട്ട. ഗൈസ്, ചേട്ടൻ്റെ അടുത്ത് പാർക്ക് ചെയ്യട്ടെ. ചേട്ടാ ഇരുന്നാ ഗൈസ്. ആ ചേട്ടൻ ഡെലിവറി ഐറ്റം മേടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ പൈസയൊക്കെ അവർ ഫോൺ പേ ആണ് ചെയ്തത്. നേരത്തെ നമ്മുടെ ഹബ്ബിലോട്ട് ഫോൺ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ ഫോൺ പേ ചെയ്യില്ല, അതേപോലെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഹബ്ബിൽ പോകുമ്പോൾ നമുക്ക് നമ്മൾ ഡെലിവറി കൂടി തരുന്നതായിരിക്കും ഗൈസ്. ഡെലിവറി കൂടി വളരെ കുറവാണ് ഗൈസ്. ഒരു ദിവസം 500 രൂപയെ കിട്ടും ഗൈസ്. 500 രൂപയെ കിട്ടത്തോളം ഗൈസ്. അതാണ് കുഴപ്പമില്ല ഗൈസ്. ഒരു ദിവസം 2 ഡെലിവറി വന്നാൽ 2000 രൂപ കിട്ടും ഗൈസ്. കുഴപ്പമില്ലാത്ത ജോബാണ് ഗൈസ് ഇത് ഗൈസ്. പിന്നെ നമുക്ക് നല്ല ജോബ് കണ്ടെത്തണം ഗൈസ്. നമ്മൾക്കിനി അടുത്ത സ്പോട്ടിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ 2 പേർക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പേർക്ക് ഡെലിവറി ചെയ്യാനുണ്ട് ഗൈസ്. നമുക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞു നമുക്ക് കാണാം കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾ ബോറടിക്കും. ഭയങ്കര വലിയ ഡെലിവറിയൊക്കെ ആയിരിക്കും ഗൈസ്. നിങ്ങൾ മിക്കവാറും ബോറടിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമുക്ക് അടുത്താക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോവാട്ട ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ വാൻ കൊണ്ട് അടുത്താക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. നമുക്ക് ഇച്ചിരി സ്പീഡിലൊക്കെ വിടണം ഗൈസ്. നമ്മുടെ വാനാണെങ്കിൽ സ്പീഡ് ഇച്ചിരി കുറവാണ് ഗൈസ്. ഇപ്പോൾ ഒരു 100 കയറുന്നുണ്ട് ഗൈസ്. 112 ഒക്കെ കയറുന്നുണ്ട് ഗൈസ്. എന്തായാലും വാനിന് കുറച്ച് സ്പീഡ് കുറവാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഡെലിവറിയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഡെലിവറി ചെയ്യാനൊക്കെ മാർക്ക് കാണിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ആ ലൊക്കേഷനിലോട്ട് വിടുവാണ് ഗൈസ്. ഫ്രണ്ടിലായിട്ടൊരു ഡോട്ട് കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് ആ ഡോട്ടിലോട്ട് വിടാം ഗൈസ് വണ്ടി ഗൈസ്. നമ്മൾ നേരെ ആ ഡോട്ടിലോട്ട് വിടുവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മളൊരു ഷൂ മേടിച്ച് ഗൈസ്. നമ്മൾ ഡെലിവറി സ്ഥലത്തു നിന്ന് ഒരു ഷൂ അങ്ങ് മേടിച്ച് ഗൈസ്. അതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഒരു ഷൂ മേടിച്ച് ഗൈസ്. തീ വന്നാലും പൊള്ളലേക്കാത്ത രീതിയിലുള്ള നല്ല കിടുക്കാച്ചി ഒരു ഷൂവും മേടിച്ച് ഗൈസ്. അതെന്തായാലും പൊളിച്ചിട്ടുണ്ട് ഗൈസ്.
കിടക്കാച്ചി ഷൂ ഒക്കെ മേടിച്ച് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ഇതാ നമ്മുടെ ഈ വണ്ടി അടിച്ചു മാറ്റാം ഗൈസ്. നമുക്ക് എന്തായാലും അടിച്ചു മാറ്റണ്ട ഗൈസ്. നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടല്ലോ, പിന്നെന്തിനാണ് വേറെ അവന്മാരുടെ വണ്ടിയൊക്കെ അടിച്ചു മാറ്റാൻ നിൽക്കുന്നത് ഗൈസ്. നമ്മുടെ വീട് ഇതാ ഇവിടെ അടുത്താണ് ഗൈസ്. നമ്മൾ ഇങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവാഗൺ ഫ്ലിപ്കാർട്ട് കിടക്കുവാണ് ഗൈസ്, ഹബ്ബിൽ കിടക്കുവാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പോവാട്ട ഗൈസ്. ഇവിടെ വണ്ടി കിടപ്പുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ബൈക്കിൽ കയറാട്ടെ ഗൈസ്. ബൈക്ക് വേണ്ട ഗൈസ്, നമ്മുടെ ഈ കാർ തന്നെ എടുത്തേക്ക്. ഈ കാറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഗൈസ്, ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് ആരും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ BMW എന്നാണ് പറയുന്നത് ഗൈസ്. എന്തായാലും അങ്ങനെയാണ് പറയാം ഗൈസ്. എനിക്കറിയാത്തതുകൊണ്ടാണ് ഗൈസ് പേര്. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും മച്ചാന്മാർ. എന്തായാലും നിങ്ങൾക്ക് വേറെ ഗെയിം വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ദിവസം റോക്ക് ബ്ലോക്സ് കളിച്ചായിരുന്നു, അതിൽ കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടിയുള്ളൂ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് വേറെ ഗെയിം വേണമെന്ന്. ഫ്രീ ഫയർ വേണോ PUBG വേണോ അതൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നമുക്ക് കളിക്കാൻ പറ്റുന്നതൊക്കെ കളിക്കുന്നതായിരിക്കും ഗൈസ്. അടുത്ത ദിവസം നമ്മൾ ഗോഡ് സിമുലേറ്ററിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഗോഡ് സിമുലേറ്റർ ഗെയിമില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എൻ്റെ ഫണ്ണി ഗെയിമില്ലേ ഗോഡ് സിമുലേറ്റർ, അതിൻ്റെ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാട്ടെ. ഈ ലാവയൊക്കെ വന്നിട്ട് ആൾക്കാരുടെ ഒരു കറങ്ങി നടത്താം. ഈ സമ്മക്ക് എന്തായാലും നേരെ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ട് പോവാട്ട പെട്ടെന്ന് ഗൈസ്. എന്തായാലും സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഈ നാടിങ്ങനെ ആക്കിയത് ഗൈസ്. ആ സയൻറ്റിസ്റ്റിനെ കണ്ടെത്തണം ഗൈസ്. സയൻറ്റിസ്റ്റിനെ കണ്ടെത്തിയിട്ട് നല്ല ഇടി കൊടുക്കണം ഗൈസ്. അതിനുവേണ്ടി ആ സയൻറ്റിസ്റ്റിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ എവിടെയോ സയൻറ്റിസ്റ്റിൻ്റെ ഏരിയ എന്നാണ് ഞാൻ കേട്ടത് ഗൈസ്. നമ്മൾ ഈ എയർപോർട്ടിൻ്റെ ഭാഗത്തെങ്ങാണ്ടാണ് സയൻറ്റിസ്റ്റ് താമസിക്കുന്നത് ഗൈസ്. ഇത് കണ്ടോ, ഈ വഴിയെങ്ങാനും കയറി പോകാം ഗൈസ്. ഇതൊരു മൈതാനമാണെന്നാണ് തോന്നുന്നത്. അയ്യോ ഗൈസ്, ഇത് മൈതാനമൊന്നുമല്ല ഗൈസ്, ഏതോ പുല്ല് വെച്ചുണ്ടാക്കിയ മതിലാണ് ഗൈസ്. ഇത് ചാടിക്കടക്കാൻ പറ്റുമോ ഗൈസ്? നമുക്കെന്തായാലും ചാടാം ഗൈസ്. ഇത് മതിരി ചാടിപ്പോവാം ഗൈസ്. നമുക്കെന്തായാലും എന്തായാലും നമ്മൾ ആദ്യത്തെ മതിരി ചാടുവാണ് ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ വിചാരിച്ച ഒരു മതിരേ ഉള്ളായിരിക്കുമെന്ന് ഗൈസ്. പക്ഷേ നോക്കുമ്പോൾ ഉണ്ടല്ലോ പല പല മൈതിലാണുള്ളത് ഗൈസ്. എങ്ങനെ ഇത് ചാടിക്കിടക്കണമെന്ന് എനിക്കറിയാത്ത ഗൈസ്. നമുക്കിതും കൂടെ ചാടിക്കിടക്കാം ഗൈസ്. ഓഹിയാ ഗൈസ്, നമ്മൾ ഇപ്പുറത്തോട്ട് കയറിച്ച് വീണ് ഗൈസ്. അപ്പുറത്തോട്ട് വീഴേണ്ടതിന് ഇപ്പുറത്തോട്ടാണ് വീഴുന്നത് ഗൈസ്. നമുക്ക് ഒരു വട്ടവും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. എന്തായാലും ഗൈസ് ഞാൻ ഒരു വട്ടവും കൂടെ ചാടാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞാൻ രണ്ടാമത് ചാടുവാണ് ഗൈസ്. പിന്നെ ഞാൻ വീണിട്ടുണ്ട് ഗൈസ്, മറിഞ്ഞടിച്ച് ഗൈസ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ചാടാം ഗൈസ്. ഇനി മൂന്നാമത്തെ മതിൽ ചാടിക്കടക്കാം ഗൈസ്. നമുക്കെന്തായാലും അങ്ങനെ ഞാൻ മൂന്നാമത്തെ മതിലും ചാടിക്കടക്കുകയാണ് ഗൈസ്. ഞാൻ മൂന്നാമത്തെ മതിലും ചാടിക്കടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ മൂന്നാമത്തെ മതിലും ചാടിക്കടന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത മതിൽ ചാടിക്കടക്കണോ ഗൈസ്? വേണ്ട ഗൈസ്, ഇനി മറിഞ്ഞ് വീഴത്തേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ കയറിപ്പോയി നോക്കാം ഇതുവഴി എങ്ങാനും അവിടെ എത്തിച്ചേരാൻ പറ്റുമോന്ന് ഗൈസ്. നമുക്ക് ഇതിൽ കൂടെ ചാടാം ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ തലയിടിച്ച് വീണ് ഗൈസ്. എന്തൊരു തലയിടിപ്പാണ് ഗൈസ്. ഇപ്പോൾ അങ്ങ് തലയിടിക്കൽ കൂടുതലാണ് ഗൈസ്. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് പോവാട്ടെ ഗൈസ്, പെട്ടെന്ന് തന്നെ ഗൈസ്. ഞാൻ എന്തായാലും നേരെ പോവുകയാണ് ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ നേരെ പോകണം ഗൈസ് നമ്മുടെ ലൊക്കേഷനിലോട്ട് ഗൈസ്. നമ്മളെന്തായാലും പോകാൻ വെച്ചാൽ നമ്മുടെ അടുത്ത സ്ഥലത്തോട്ടാണ് ഗൈസ്. നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും എത്തിയേ പറ്റുമോ സയൻറ്റിസ്റ്റിനെ പിടിക്കാൻ. സയൻറ്റിസ്റ്റ് ഒരു പൊട്ടനാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ പൊട്ടന്മാരുണ്ടോ ഗൈസ് ഈ ലോകത്ത്? എനിക്ക് തന്നെ അറിയത്തില്ല ഗൈസ്. ഈ സയൻറ്റിസ്റ്റ് കാരണം നമ്മുടെ നാട് ഫുള്ള് നശിക്കുമെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും സയൻറ്റിസ്റ്റിനെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് ഈ മതിലങ്ങോട്ടങ്ങ് ചാടിക്കടക്കാട്ടോ ഗൈസ്. അപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസ്. നടുവൊക്കെ ആകെ ഒടിഞ്ഞ് ഗായ്സ്. എന്തൊരു വേദന ഗായ്സ്. നടുവൊക്കെ തല്ലി ഒടിഞ്ഞിട്ടുണ്ട് ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഗൈസ്. എങ്ങനെങ്കിലും നമുക്ക് സയൻറ്റിസ്റ്റിനെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ഗായ്സ്. ഇനി നമുക്ക് ഇത് ചാടിക്കടക്കാം ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. യുവമാർ ഇതെല്ലാം ഗ്രില്ല് വെച്ചങ്ങ് അടിച്ചേക്കുവാണ് ഗൈസ്. യുവമാർക്ക് എന്തൊരു ബുദ്ധിയാ ഗൈസ്, വല്ലാത്ത ബുദ്ധി തന്നെ. സയൻറ്റിസ്റ്റിൻ്റെ ഓരോ സൈക്കോ പരിപാടികളെ. എന്തൊരു സയൻറ്റിസ്റ്റാണോ ഇവനൊക്കെ. ഇവനെയൊക്കെ ബുദ്ധി കൊടുത്ത ഈശ്വരനെ പറയണം.
നമുക്കെന്തായാലും നേരെ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ട് പോവാട്ട. സയൻറ്റിസ്റ്റ് ബുദ്ധിമാൻ സയൻറ്റിസ്റ്റ് അപ്പാപ്പൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് തന്നെ പോവാട്ട ഗൈസ്. എന്തായാലും ഞാനാണെങ്കിൽ സയൻറ്റിസ്റ്റ് അപ്പാപ്പൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും 20 ലൈക്കാണ്. എല്ലാവരും 20 ലൈക്ക് അടിക്കണം ഗൈസ്. നിങ്ങൾ കാണുന്നവരെല്ലാം ലൈക്ക് അടിച്ചാൽ നമുക്ക് 20 ലൈക്ക് എത്തിക്കാൻ പറ്റും ഗൈസ്. എന്തായാലും അടിച്ചേക്കണേ ഗൈസ്, പ്ലീസ് ഗൈസ്, എന്തായാലും അടിച്ചേക്കാം ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഗൈസ്. ഇനിയത്തെ വീഡിയോയിൽ നമ്മൾ ഫണ്ണി മൊമെൻറ്റ്സും ആഡാക്കുന്നതായിരിക്കും ഗൈസ്. നാളെ നമ്മുടെ ഗോഡ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. അതിനെ കുറിച്ചുള്ള അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോവാട്ട ഗൈസ്. നമ്മുടെ വണ്ടിയുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ പവർ ഇഷ്യൂ വണ്ടി തന്നെയല്ലേ ഗൈസ്. പിന്നെന്തു പറയാൻ ഗൈസ്, നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ പവറിൻ്റെ പവറല്ലേ ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ എയർപോർട്ടിൻ്റെ ഭാഗത്ത് എത്തി ഗൈസ്. ഇവിടെ കയറാനും പറ്റുന്നില്ല ഗൈസ്. ഇത് കണ്ട ഗൈസ്, ഒരു ഏരിയ നമ്മൾ ഇരിച്ച് കിടക്കുവാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. സയൻറ്റിസ്റ്റ് ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഗൈസ്. ആ പ്രാന്തൻ സയൻറ്റിസ്റ്റ് ഗൈസ്. സയൻറ്റിസ്റ്റിന് വല്ലാത്ത വട്ട് തന്നെയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ കാണിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇത് ചെയ്തേ പറ്റൂ ഗൈസ്. എന്തായാലും നമുക്ക് ചാടിപ്പോവാൻ നോക്കാം ഗൈസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ടു ബൈ ഗൈസ്.